ഹേ ഗൈസ്, അപ്പോൾ എൻ്റെ പേര് അനുശ്രീ. അപ്പം നിങ്ങൾ വിചാരിക്കും അനുശ്രീയാണ്, ഏത് അനുശ്രീ? അങ്ങനല്ല, ഇത് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എങ്കിൽ ഞാൻ പറയുന്നതും വീഡിയോ ഇല്ലതുമായിട്ട് യാതൊരു തര ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ഇരുന്നേരം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ വെറുതെ ഈ ചൊറിയും കുത്തി വീട്ടിലിരിക്കുമല്ലേ, എന്നാൽ നിനക്ക് യൂട്യൂബിലെല്ലാം വീഡിയോ ഇട്ടുകൂടെ? അപ്പം ഞാൻ വെച്ചു, ഓഹോ അത് ശരിയാണല്ല, എല്ലാവരും യൂട്യൂബിൽ ഓരോ കാര്യങ്ങളാക്കിയിട്ട് ഇടുന്നത്, പിന്നെ ഞാനും ഇടാന്ന്. ആക്ച്വലി ഇത് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തത്. പക്ഷേ എങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. എനിക്കിങ്ങനെ സംസാരിക്കാനായാലും എല്ലാ കാര്യത്തിലും ആരും മടിയില്ലാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഏടിയില്ലാത്ത മടിയാന്ന് എനിക്കുള്ളത്. ഞാൻ വെച്ച് രണ്ടും കൽപ്പിച്ചിട്ട് മടിയായാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ട് എൻ്റെ മടിയെല്ലാം മാറ്റി വെച്ച് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. എങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ടായി, ശ്രീനാ അങ്ങനെ എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ടായി. അത് മാറ്റിയിട്ട് നമുക്ക് നല്ല കിടിലം പേരെന്നെ ഇടാം ഗൈസ്. ഇത് ഞാനിങ്ങനെ പറയും, ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഞാനൊരു വരവ് വരും. നിങ്ങൾ തന്ന സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം. ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ എന്തോലും ആവില്ലേ, ആര് കാണുന്നില്ല, എന്തിനാ വെറുതെ ഇടുന്നു. പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കാൻ പാടില്ല ഗൈസ്. എപ്പം കുറിക്കാൻ നമ്മുടെ തലവരെ ശരിയാണ്. അങ്ങനെ എപ്പെങ്കിലും ശരിയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂലയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ മൂലയ്ക്ക് തന്നെ ഇരിക്കേണ്ടി വരും. അത് വേറെ കാര്യം. കണ്ണൊന്നും ആക്കല്ല കേട്ടോ, ഞാൻ വെറുതെ എക്സ്പ്രഷൻ ഇട്ടോ, എൻ്റെ കണ്ണിനൊന്നും കൊള്ളുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അല്ല അതിരിക്കട്ടെ, ആരാ നിങ്ങൾ 2, 3, 5 ആൾ കാണും എൻ്റെ വീഡിയോ. ആ 5 ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അഹങ്കാരം എനിക്ക് തീരെയില്ല. കാരണം എല്ലാം ബംഗാളികളും എല്ലാം എവിടെയോ ഇല്ല ആൾക്കാരാണ്. ഒരു മലയാളികൾ ഒറ്റ ആളുകളില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉണ്ടെങ്കിൽ എല്ലാവരും എന്നെ റിപ്പോർട്ട് അടിച്ച് പോകേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഇവിടെ ഇട്ട് എല്ലാം ശരിയാവായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുക. പിന്നെ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡെല്ലാം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായി. ഇത് സുഡിയോവും പിന്നെ ലാക്മീൻ്റെ ഒന്നും മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇടൽ. പിന്നെ ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. നമ്മുടെ വീഡിയോയിൽ ഞാൻ ഡബ് ചെയ്യാം. അതാകുമ്പോൾ എനിക്കിങ്ങനെ റിസ്ക് എടുത്ത് ഇങ്ങനെ ആലോചിച്ചൊന്നും പറയണ്ടല്ലോ. എനിക്ക് എൻ്റെ മൈൻഡിലെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഗൈസ്. അടുത്ത ഇതാ, ഞാൻ ബ്ലഷ് ഇട്ട് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു കോലം ഉണ്ടാവും, വരുമ്പോൾ പിന്നെ ഇതൊന്നും ഉണ്ടാവില്ല എൻ്റെ മുഖത്ത്. ഓക്കെ, സെറ്റ്. ചൊറിയുന്നെല്ലുണ്ട്. അതെടുക്കട്ടെ. ഭയങ്കര സൊള്ളിൻ്റെ ആളാണ് ഞാൻ. അടുത്ത് നമുക്ക് കാർക്കൂന്തലിനെ കൊണ്ട് കളിക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഹെയർ കളർ ചെയ്തതിൻ്റെ കളിയാണ് ഇപ്പം കാണുന്നത്. ഹെയർ കളർ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ മുടി കെട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആ മുടി കെട്ടാൻ ഇങ്ങനെയൊന്നും അറിയാമെന്നില്ല. അതടിച്ച് മറ്റേ ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ പറയണ്ടേ, വേറെ ഒന്നും പറയാനില്ല ഗൈസ്. ഇതാണ് എൻ്റെ ആസ്ഥാന ഹെയർ സ്റ്റൈൽ. ഇങ്ങനെ എനിക്ക് കെട്ടാൻ അറിയും. അല്ലെങ്കിൽ ഞാൻ മറ്റേ അമ്മമാർ കിട്ടുന്ന പോലെ വല്ലതും പിടിച്ച് ചുരുട്ടിയിട്ട് ആ ക്ലിപ്പ് എടുത്ത് ആടി ഇറക്കും, അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യില്ല. പിന്നെ കാര്യമായിട്ട് വല്ല മേക്കപ്പ് എന്ന് പറയാനും ഇല്ല. ആകെ മോയ്സ്ചറൈസർ ഇടും, അല്ല സൺസ്ക്രീൻ ഇടും. പിന്നെ ഇപ്പോൾ സൺസ്ക്രീനും ഇടയില്ലാന്ന് തോന്നുന്നുണ്ട്. മോയ്സ്ചറൈസർ ഇടും, എന്നിട്ട് കണ്ണെഴുതില്ല ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലാണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും ചെയ്യലൊന്നുമില്ല. പിന്നെ പൊട്ട് വെക്കും, ലിപ്സ്റ്റിക്ക് ഇടും കേട്ടോ. ലിപ്സ്റ്റിക്കും ബ്ലഷ് ഇടാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ കമ്മെല്ലാം എടുത്തിടുന്നുണ്ട്. ഇതെല്ലാം വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മുച്ചരപ്പാട് എടുത്തിട്ട് ഞാൻ ഊരിയിടും. ഇതെല്ലാം ഇത്രയും ഉണ്ടാവും വീഡിയോക്ക് വേണ്ടി മാത്രം. തിരിച്ചു വരുന്ന കോലം കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ തന്നെ എന്നോട് സഹിക്കില്ല. ഓക്കെ ഗൈസ്, ഇങ്ങനെയാണ് എൻ്റെ ലാസ്റ്റത്തെ ലുക്ക് വരുന്നത്. ഇങ്ങനത്തെ ഒരു ഫ്രോക്കും പിന്നെ ഇങ്ങനത്തെ പൊട്ടും ഇതെല്ലാം വെച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് സ്പ്രേ അടിച്ചു കൊടുക്കാം. സ്പ്രേക്ക് ഒരു കഥയുണ്ട്, അത് പിന്നെ പറയാം. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാം. ഓക്കെ, ബൈ, ടാറ്റാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ടാറ്റാ.